ഒരു കലാകാരന്റെ മൂല്യം നിശ്ചയിക്കുന്ന ആ കലാകാരനാണ്. അപ്പം അതിനോട് എന്താണ് കൃത്യം പറയാനുള്ളത്? അങ്ങനെ കലാകാരന്റെ മൂല്യം കലാകാരൻ മാത്രം നിശ്ചയിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മളുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കലാകാരനെ നിങ്ങൾ ഇറങ്ങുന്ന ദിവസം റേറ്റ് ചെയ്യില്ലല്ലോ. അങ്ങനെ റേറ്റ് ചെയ്യപ്പെടുന്നില്ലേ? അയാൾ ഇന്നതിൽ നന്നായി, ഇന്നതിൽ മോശമായി, ഇന്നതിൽ ഗംഭീരമാക്കി എന്ന് പറയുന്ന ആ റേറ്റിംഗെ ബേസ് ചെയ്താണ് അയാൾ അടുത്ത പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അയാളുടെ എല്ലാ സംസാരങ്ങളും, അയാളുടെ എല്ലാ മറ്റുള്ള സാഹചര്യങ്ങളും. തീർച്ചയായിട്ടും റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഏത് കാര്യവും. അങ്ങനെ റേറ്റ് ചെയ്യപ്പെടുന്നിടത്ത് അയാളുടെ പോയിന്റിൽ ഡിമാൻഡ് ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടാണ് ജൂൺ 1 തീയതി മുതൽ സമരമാണ് എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു മേഖല ഉണ്ടെങ്കിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരു 10,000-ഓളം ഫാമിലി കേരളത്തിലുണ്ട്. അതെവിടെ ഉണ്ടാവേണ്ടത്, അത് ഇല്ലെങ്കിൽ ചിലപ്പം കേരളം മുമ്പോട്ട് പോകുമായിരിക്കും. പക്ഷെ ഞാൻ കുറച്ചുകൂടെ അതിനെ എക്കണോമിക്കലി കാണുന്നത്, ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിംഗ് നടക്കുന്നെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഹോട്ടലുകൾ ഒരു മാസത്തേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അവിടേക്ക് ആ ഫണ്ട് റോൾ ചെയ്യപ്പെടുന്നുണ്ട്. അത്യാവശ്യം അവിടുത്തെ പെട്രോൾ പമ്പുകളിൽ നമ്മൾ പമ്പിൽ ഡീസൽ അടിക്കുന്നുണ്ട്, അവിടുത്തെ വെജിറ്റബിൾസുകൾ മേടിക്കുന്നുണ്ട്, അവിടുത്തെ എല്ലാ ഇപ്പൊ ക്യാമറ ലെൻസും കുറച്ച് കോസ്റ്റ്യൂംസും മാത്രമാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. ബാക്കിയെല്ലാം നമ്മൾ ആ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് കേരളത്തിന്റെ പല ഭാഗത്ത് 150ഓളം സിനിമകളൊക്കെ വരെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ 150ഓളം സിനിമകളുടെ ഒരു 60 to അല്ലെങ്കിൽ ഒരു 50 to 60% എക്കണോമിക്സ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഇത് താരങ്ങൾ മാത്രം മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഒരു സൈഡിലും. ഇത് ബേസിക്കലി ഈ നിങ്ങൾ ഈ ഇറങ്ങി വരുന്ന ആഡംബരക്കാരന്റെ വിഷ്വൽ കാണിക്കുന്നതുകൊണ്ടും കൂടി സംഭവിക്കുന്നതാണ് കുറച്ച് എന്നൊരു പേഴ്സണൽ റിക്വസ്റ്റ് എനിക്കുണ്ട്. കാരണം ആഡംബരക്കാരിൽ വരുന്ന ഒരു 10 പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അമ്മ എന്ന് പറഞ്ഞ സംഘടന 500 മേലെ ആൾക്കാരുണ്ട്. ഇതിൽ നിങ്ങൾക്കൊരു 15 കാറിൽ കൂടുതൽ കാണിക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പം യൂബറിൽ വന്ന് ഇറങ്ങുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ്. പക്ഷെ അവരും കലാകാരന്മാരാണ്, അവരും സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണെന്നുള്ളൊരു ബഹുമാനം നമ്മൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സിനിമ ഉണ്ടാവട്ടെ. കാരണം നമുക്ക് എളുപ്പമാണ് ഇൻഡസ്ട്രിയിൽ നമുക്ക് സമരം വെച്ചോളൂ, അല്ലെങ്കിൽ അത് ശരിയായാൽ ഇത് ശരിയാവുള്ളൂ. അങ്ങനെ ശരിയായാൽ കുഴപ്പമില്ലാത്ത ഒരു 15-20 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും കുഴപ്പത്തിലേക്ക് തന്നെ പോവാം. അപ്പോൾ സിനിമ താരങ്ങൾ വില കുറച്ചാലേ ഞാൻ ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ഇത്രയും പേരല്ലേ ഉള്ളൂ. അവരെ വിളിച്ചിരുത്തി നമുക്ക് ഒരു മ്യൂച്വൽ സ്പേസിലൊന്ന് സംസാരിച്ചാൽ കുറച്ചുകൂടെ നല്ലതല്ലേ? അങ്ങനെ ഒരു ചർച്ചയല്ലേ നമുക്ക് കുറച്ചുകൂടെ നല്ലത്. കളരി എന്നാണ് അമ്മയെ ഇതിനെ കത്ത് കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ ചോദിച്ചത്. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ്, അമ്മ എന്ന് പറഞ്ഞൊരു അതൊരു വലിയൊരു സംഘടനയാണ്. രണ്ട് മലയാള സിനിമയുടെ 2 നെടുങ്കൊണ്ടുകളുള്ള ഒരു വലിയൊരു സംഘടന. അങ്ങനെ സംഘടന പോലെ അങ്ങനെ വിളിക്കുന്നതിന് ഒരു തെറ്റായിട്ട് തോന്നുന്നു. അല്ല, എനിക്ക് തോന്നുന്നു നാഥനല്ല കളരി എന്ന് പറഞ്ഞത് ഇപ്പം ഒരു അഡ്ഹോക് കമ്മിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് ആ സെൻസിൽ പറയാനാണ് സാധ്യതയുള്ളൂ. അല്ലാതെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഡെയിലി അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലെ ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നവരും ഇവരൊക്കെ ഒരുമിച്ച് വന്നവരാ. ഇവരൊക്കെ ഈ അസോസിയേഷൻസ് ഉണ്ടാക്കിയത് പോലും അവരുടെ ചെറുപ്പത്തിൽ അവർ കണ്ട സ്വപ്നങ്ങളിലൂടെയാണ്. കാരണം ഇവരെല്ലാം ഏറ്റവും മിനിമം ഒരു 40 വർഷം 30 വർഷം സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ സത്യം നിങ്ങൾക്ക് അറിയാലോ, ഒരു സിറ്റുവേഷൻ വൈസ് നമുക്കിപ്പം പ്രോപ്പറായ ഒരു കമ്മിറ്റി ഇല്ല. നമുക്കൊരു അഡ്ഹോക് കമ്മിറ്റിയാണ് അമ്മേനെ ഹെഡ് ചെയ്യുന്നത്. എന്നിട്ടും ഇത്രയും നല്ലൊരു കുടുംബസംഗമം നമ്മൾ നടത്തി എന്ന് പറയുന്ന ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മുടെ ജാനുവരിയിലുണ്ട്. അപ്പൊ ഇതൊക്കെ അപ്പൊ ചെയ്തവർക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ്, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞത്? അന്നേരത്തെ ഒരു ഇതിനകത്ത് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ആൾക്കാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അവിടെ ഇരിക്കുന്ന ആൾക്കാർ വീട് നഷ്ടപ്പെട്ട, കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പേരിൽ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റാത്ത, തിരിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത, തിരിച്ച് വീട്ടിൽ ചെന്ന് അച്ഛനോ അമ്മയോ അല്ലെ സഹോദരനോ ഭാര്യയോ കുട്ടികളോ മുമ്പിൽ നേരെ നിൽക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരെ കണ്ടതിന്റെ ഒരു ഇമ്പാക്റ്റിലായിരിക്കും ചിലപ്പം അതിന്റെ ഒഫീഷ്യൽസ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾക്കാരുടെ ഫീലിംഗിൽ നിന്ന് ചിലപ്പം ഒരു റെസ്പോൺസ് ഇച്ചിരി ഹൈറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം അവരുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്പറാണ്. നമ്മളുടെ വിഷയം ക്രിയേറ്റീവ് പോയിന്റും മെന്റൽ സാറ്റിസ്ഫാക്ഷനും ഒക്കെയാണ്. പക്ഷെ നമ്പർ ഈസ് ഹയർ ദാൻ സം ടൈം എന്ന് പറയുന്ന ഒരു പോയിന്റില്ലേ, അതിനെ നമ്മൾ കണ്ടില്ല എന്ന് അടിക്കരുത്. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് പലരും പ്രൊഡ്യൂസേഴ്സ്, പലരും NRIs ഉള്ള ആൾക്കാരൊക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോയി സ്വന്തമായി ബിസിനസ് ചെയ്ത ആൾക്കാർ, പല സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. അപ്പം ആ ഫിഗേഴ്സിന്റെ റിഫ്ലക്ഷൻ അവിടെ പോയിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടാവുക പ്രൊഡ്യൂസർ അസോസിയേഷൻ. ബിക്കോസ് അവർ മെമ്പേഴ്സാണ്. അവിടെ ഏതാണ്ട് എനിക്കൊന്ന് ഒരു 1 ലക്ഷം രൂപയ്ക്ക് മേലെ ഇൻവെസ്റ്റ് ചെയ്യും ഇത് വെച്ചിട്ടാണ് അവർ മെമ്പർഷിപ്പ് എടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ സിനിമ തുടങ്ങുന്നത്. അപ്പൊ അവരോട് പോയി പറയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ
നമ്മുടെ ചേട്ടന്മാരല്ലേ, അവര് ചിലപ്പോ ഒന്ന് ചൂടായിട്ടുണ്ടാവുന്നേ. നമുക്ക് അങ്ങനെയൊക്കെ കണ്ടേ പോരെന്നേ. എന്തോരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കണം എല്ലാരും. വീണ്ടും ഇതൊക്കെ തന്നെ സംഭവിക്കണില്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ടും ഒരു കൊറോണ ഒക്കെ വന്നപ്പോൾ അത്യാവശ്യം കൂടുന്നില്ലേ? അങ്ങനെ കണ്ടാൽ മതി. സിനിമ മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. കാരണം കലാപരമായ പ്രവർത്തനങ്ങളില്ലാത്ത ഒരു സാമൂഹിക വ്യവസ്ഥ മുമ്പോട്ട് പോയിട്ടില്ല, ഒരു ആർട്ട് ഫോം ഇല്ലാതെ. അപ്പോൾ നമ്മളിതിനെ അങ്ങനെ ടു കൊമേഴ്ഷ്യൽ ആക്കുന്നതാണ് ഒരു പരിധിവരെ പ്രശ്നം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അല്ല, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമയുടെ പേരിലാണ് ഇപ്പോൾ വിവാദം ഉണ്ടായത്. ഒരു ചിത്രത്തിന് വേണ്ടി 20 കോടി രൂപ കോസ്റ്റായി. അത് ശരിക്കും ആർട്ടിസ്റ്റ് കോസ്റ്റ് ആണോ? അത് താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യം കൊണ്ടാണോ ആ പടത്തിന് 20 കോടി ആയെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. താരത്തിന്റെ പ്രതിഫലമാണോ? അല്ല, ഒരിക്കലും അല്ല. എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ കൂടിയതാണ്. ഷൂട്ടിംഗ് ഡേയ്സ് കൂടുകയും അതിൻ്റെ കഥയിൽ വന്ന മാറ്റങ്ങളുമാണ് അത് അങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോയത് എന്നാണ് അറിയപ്പെടുന്നത്. സെൻസർ ബോർഡിൻ്റെ ഒരു കാര്യം എന്നോട് അന്വേഷണം പറഞ്ഞത്, ഇപ്പോൾ സെൻസർ ബോർഡിന് കട്ട്സ് നിർദ്ദേശിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. പക്ഷെ അത് യൂഷ്വലി എന്തെങ്കിലും ഒരു സെൻസിറ്റീവ് വിഷയം വരുമ്പോഴാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു റിലീജിയസ് ആസ്പെക്റ്റിലോ അങ്ങനെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇത് വലിയൊരു പ്രോബ്ലം ആകുമെന്ന് വിചാരിച്ചതാണ് സാറിന് പറയാം. ഇങ്ങനെ ഒരു ഞങ്ങൾ അഭിനയിച്ചത് കൊണ്ട് നമുക്ക് ഏകദേശം അറിയില്ല എത്രത്തോളം വയലൻസ് ഉണ്ടെന്ന്. അങ്ങനെ ഒരു അൺടോളറബിൾ ടേംസ് ഓഫ് വയലൻസ് ഇതിലില്ല. എങ്കിലും ആ കട്ട് പറഞ്ഞതിൻ്റെ വിഷമമാണ് ഞങ്ങൾക്കുള്ളത്. അത് ശരിയാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചോദ്യം. കൂടാതെ കുറച്ച് കട്ട്സ് നിർദ്ദേശിക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്നറിയാമല്ലോ. ടെക്നിക്കലി നമ്മൾ ഇപ്പം എൻ്റെ മേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് പറയും, എനിക്ക് അത്ര അറിയില്ല. അതിനൊരു എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട്. സോ അത് നമ്മൾ വല്ലാതെ ഫിനാൻഷ്യലി അത് നമുക്കൊരു ബേർഡനാണ്. കോസ്റ്റും ടൈം നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ റിലീസ് നിശ്ചയിച്ചിട്ടാണ് പലപ്പോഴും സെൻസർ എന്ന് പറയുന്ന ഒരു അതിൻ്റെ ലാസ്റ്റ് ഘട്ടമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനെ എല്ലാം ബാധിച്ചു. പിന്നെയും നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ചും ഇത്രയും ഓരോ ആഴ്ചയും 4-5 സിനിമകൾ വരുന്ന ഒരു സമയത്ത് പിന്നീട് വരുമ്പോൾ നോക്കുമ്പോൾ വലിയ സിനിമകളാണ് വരുന്നത്. ഓരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടു ഒരു 3 മാസം പോവുക എന്നൊക്കെ പറയുന്നത് മറ്റു തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആക്ടേഴ്സിൻ്റെ പ്രതിഫലം കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയിൽ എൻ്റെ ആക്ടേഴ്സായ കൈലാഷും പ്രശാന്ത് അലക്സാണ്ടറും ജയശങ്കറും ഷെയ്ൻ സിദ്ദിഖും എല്ലാവരും അഖിലും എല്ലാവരും പ്രതിഫലം വളരെ ഒരു പേരിന് വേണ്ടി ഒരു സ്നേഹ സമ്മാനം മാത്രം വാങ്ങി അഭിനയിച്ചിട്ടുള്ളവരാണ്. ആരും പ്രതിഫലത്തിന് വേണ്ടി കടുംപിടുത്തം പിടിച്ചവരല്ല. ഒരു സിനിമ കണ്ടന്റ് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു, സൗഹൃദത്തിൻ്റെ പേരിൽ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് സിനിമയിൽ. എവിടെയെങ്കിലും ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ്, ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസർ കൂടി ആയ ഈ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ, പുതിയ പ്രൊഡ്യൂസേഴ്സ് എവിടെന്നെങ്കിലും കാറ്റിൽ വന്ന് ഒരു നടനെ വേണമെന്ന് തോന്നുമ്പോൾ അയാൾ പറയുന്ന എത്രയാണോ ഇരട്ടി പ്രതിഫലം പോലും കൊടുത്ത് അയാളെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതി കൂടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നത്. അതിപ്പോൾ സുരേഷ് കുമാർ സാറിനെയൊക്കെ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ സിനിമ എടുക്കുമ്പോൾ അവരതിന് നിർണ്ണയിക്കുന്ന പ്രൈസ് ഈ നടന് ഇത്ര രൂപ കൊടുത്താൽ മതി ഇയാളുടെ മാർക്കറ്റ് വൈസ് എന്ന് തീരുമാനിക്കുകയും അതിന് വിരുദ്ധമായി അപ്പുറത്ത് മറ്റൊരു പുതിയ പ്രൊഡ്യൂസർ വന്ന് അയാളെ തന്നെ ചിലപ്പോൾ 6 ദിവസങ്ങളിൽ വേറൊരു വലിയ തുകയ്ക്ക് ഇത് ചെയ്യുന്ന രീതിക്കൊക്കെ കൊണ്ടായിരിക്കാം അതങ്ങനെ പറയാനിടയാന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ലേഡീസിനെ ഉപദ്രവിക്കുന്നു എന്ന് അവിടെ ഇത് ശരിക്കും ഞങ്ങൾ ഈ ചിത്രത്തിൽ ആരെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് എഴുതി കാണിച്ചാൽ മതി. ആനിമൽസിനെ ഉപദ്രവിക്കുന്നില്ല, അതുപോലെ എഴുതി കാണിക്കണം. അത് എഴുതി കാണിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ ഉപദ്രവിച്ച 2 സ്ത്രീകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരെ നമ്മൾ ശരിക്കും ഉപദ്രവിച്ചിട്ടില്ല. ട്വിങ്കിളും അതിഥി മോഹനുമാണ് ഞങ്ങളുടെ കഥാപാത്രങ്ങളെ നന്നായി ചെയ്തിട്ടുള്ളവർ. ശരിക്കും നമ്മളൊരു യൂഷ്വൽ ഹീറോയിൻസ് ആസ്പെക്റ്റിലല്ല ഇവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് പോലും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.